ഹലോ ഗായ്സ്. അപ്പോൾ രാവിലെ അടുക്കളയിലൊരു കിച്ചണിലൊരു വലിയ മുട്ടം വഴക്കുണ്ടായി കേട്ടോ. വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചുമ്മാതിരുന്ന ഈ ലക്ഷ്മി ചൊറിയാണ്. മര്യാദയ്ക്കിട്ട് ഉണ്ടാക്കാനും അറിയത്തില്ല, പക്ഷേ ചൊറിച്ചിലോട് ചൊറിച്ചിലും. ആരെയാണ്? നമ്മുടെ അനിമോളെ തന്നെയാണ്. അനിമോൾക്ക് സപ്പോർട്ടുമായിട്ട് നമ്മുടെ അനീഷാണ് വന്നത്. വേറെ ഒരു ഒറ്റ മനുഷ്യന് ഈ അനിമോൾ ഈ നൂറ ആദില എല്ലാവരെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവരെ ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവന്നെങ്കിലും ഒരൊറ്റ എണ്ണം സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല. അത് മാത്രമല്ല, അനിമോൾക്കെതിരാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞു, കുറച്ചെങ്കിലും നിങ്ങൾക്ക് നന്ദി വേണം. ഒരു നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്ന വേറെ ആർക്കും ഉണ്ടാക്കാൻ തരില്ല. ലക്ഷ്മിക്ക് അറിയാമോ ഫുഡ് ഉണ്ടാക്കാൻ? നല്ല രുചികരമായ ടേസ്റ്റുള്ള ഫുഡ് ആരാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? അത് അനിമോൾ തന്നെയല്ലേ? കഴിച്ചിട്ട് ഒരു നന്ദിയെങ്കിലും കാണില്ലേ? ഒരു ചെറിയ തെറ്റ് ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അതിനെ അങ്ങ് ഭയങ്കരമായിട്ട് പൊക്കി പിടിക്കാതെ. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലും തൈരും കൂടി തിരിഞ്ഞു പോയി. അപ്പോൾ അത് പാലിനകത്ത് പാലൊഴിച്ചിട്ട് ചായ ഇടാൻ വെച്ചപ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം ഒഴിച്ചു പോയി. അപ്പോൾ അതിനകത്തേക്ക് ഒരു പാക്കറ്റ് തൈര്, പാല് കുറവാന്ന് കണ്ടപ്പോൾ തൈരായിരുന്നു ഒഴിച്ചത്. പക്ഷേ അത് ശ്രദ്ധിച്ചില്ല. അത് പിന്നെ ലാസ്റ്റ് നാളത്തേക്ക് തൈരാക്കാൻ വേണ്ടി ഇന്നലെ രാത്രി നടന്ന സംഭവം തൈരാക്കാൻ വെച്ചു. അപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് മുകളിൽ ഇങ്ങനെ വെള്ളം ഒരുപാട് പൊങ്ങി കിടക്കുമല്ലോ. അപ്പോൾ അനീഷ് പറഞ്ഞു, ഇത് തൈരാണോ? ഇച്ചിരി ഇതിൻ്റെ വെള്ളം എടുത്തിട്ട് പറഞ്ഞു, വെള്ളം ചീത്തയാണ്, ഞാൻ വെള്ളം ഇച്ചിരി ഒഴിച്ചങ്ങ് കളയട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വെള്ളം ഇത്തിരി മുകളിലുള്ള ഇത്തിരി വെള്ളം ഒഴിച്ച് വാഷ് ബേസിന് കളഞ്ഞു. എന്നിട്ട് ഇത്തിരി തൈര് അനീഷിന് കൊടുത്തു. ഇത് കൊടുത്തതിൻ്റെ പ്രശ്നമാണ് ഇന്ന് രാവിലെ മുഴുവൻ തൈര് നശിപ്പിക്കുന്നു, പയർ നശിപ്പിക്കുന്നു, മുളപ്പിച്ച പയർ എടുത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞങ്ങ് ചുമ്മാ കിടന്ന് ചൊറിച്ചില്ല. സത്യം പറഞ്ഞാൽ ആ പയർ മുളപ്പിക്കാൻ വെച്ച പയർ കളഞ്ഞു എന്ന് പറഞ്ഞാൽ പയറാണ് ഇന്ന് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കിയത്. ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ ഇരുന്ന് ചൊറിയാണ്. അത് മാത്രമല്ല, ആദിലയും നൂറയും കൂടി തന്നെ അനിമോൾക്കെതിരെ, അനിമോൾ കിച്ചണിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടാതെ ചായ വാട്ടാവെള്ളമാണ്, ചായ ഞങ്ങൾ ഉണ്ടാക്കാം എന്നും പറഞ്ഞ് ഒരു കാര്യമില്ലാതെ രാവിലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായി. ആദില അനിമോളുടെ മൈക്ക് എടുത്ത് മാറ്റി വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മൈക്ക് എടുത്ത് മാറ്റി വെച്ചു. മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ബിഗ് ബോസ് അനിമോളെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് അനീഷ് വന്ന് ഈ മൈക്ക് നോക്കുവാണ്. മൈക്ക് അതിലെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് രാവിലെ ഒരു പ്രോബ്ലം ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ബാത്റൂമിൽ ഇന്ന് അത് അനിമോളുടെ ഭാഗത്ത് തെറ്റാണ്. അനിമോൾ ആ ബക്കറ്റിനകത്ത് തുണി വെച്ചിട്ട് രാത്രി പോയി ഉറങ്ങാൻ പോയി. ഈ ഉജാലയുടെ നമ്മുടെ ഫാബ്രിക് കണ്ടീഷണർ ഒഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ തുണിക്ക് നല്ല മണം വരുമല്ലോ. അപ്പോൾ രാവിലെ എന്നിട്ടാണ് എടുത്തിടുന്നത്. പക്ഷേ രാവിലെ അനിമോൾ ലേറ്റായിട്ട് ഉറക്കം ഉണർന്നപ്പോഴത്തേക്ക് ലക്ഷ്മി അതെല്ലാം കൂടി എടുത്ത് ആ ബാത്റൂമിൽ തട്ടിയിട്ട് കഴുകി വെച്ച തുണിയാണ്. അപ്പോൾ അത് ബാത്റൂമിൽ തട്ടിയിട്ട് വളരെ മോശമായ കാര്യമാണ്. പക്ഷേ ബക്കറ്റിൽ വെച്ചിട്ട് പോവാതെ അതെടുത്ത് ഇടണമായിരുന്നു അനിമോൾ. അവിടെ അനിമോൾക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റി. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞില്ല. പക്ഷേ എന്നാലും ആ ബാത്റൂമിൽ ആ തുണി തട്ടിയിട്ടത് വളരെ മോശമായിപ്പോയി, ഭയങ്കര മോശമായിപ്പോയി. കാരണം ഒരാൾ കഴുകി വെച്ച തുണി ഫാബ്രിക് കണ്ടീഷണർ മുക്കി വെച്ചേക്കുന്നത് അത് മണം കിട്ടാൻ വേണ്ടിയാണ്. അതെടുത്ത് തറയെ കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ബാത്റൂമിനകത്ത് കളയുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായി, വളരെ വെരി വെരി ചീപ്പ്. അപ്പോൾ രാവിലെ തൊട്ട് ഇത് അനിമോൾക്കെതിരെയാണ് ഇപ്പോൾ എല്ലാവരും സംഘടിച്ചിരിക്കുന്നത്. അനിമോൾക്കെതിരെ പ്രത്യേകിച്ച് ആദിലയും നൂറയുമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ വാട്ടവെള്ളമാണ്, ചായ ഇടുന്ന കാര്യവും പറഞ്ഞ് അവിടെ മുട്ടം വഴക്ക് നടക്കുന്ന ഹൗസിൽ. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനിമോളെ എങ്ങനെയെങ്കിലും തറ പറ്റിച്ചിട്ട് വേണം നൂറാക്കി കയറാൻ. രാവിലെ പാട്ടിൽ നിന്ന് അനിമോൾ വന്നിട്ടില്ല. നൂറയാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് അനീഷിൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നത്. അതുമൊക്കെ ഈ നൂറ ആദിലമാരുടെ നാടകം മാത്രം.